പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴേക്കും പെട്ടെന്ന് ഒരു ക്യാഷ് ഫ്ലോയുടെ ഒരു ബുദ്ധിമുട്ട് വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ചിരുന്ന ഒരു വരുമാനം നിങ്ങൾക്ക് കിട്ടിയില്ല. പെട്ടെന്ന് ആ പൈസ വരാതിരിക്കുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് പാനിക്കാവും. അപ്പോൾ നിരന്തരം ഞാൻ സംസാരിക്കുന്ന പല ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്താണ് ഇതിനൊരു ബെസ്റ്റ് റെസ്പോൺസ് എന്നുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പൈസ കിട്ടാതെ വരുമ്പോൾ നമുക്ക് കാരണം ഈ പണം കിട്ടിയിട്ട് ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചിലപ്പോൾ പെട്ടെന്നൊരു പ്രതിസന്ധി വരുമ്പോഴത്തേക്കും നമ്മളൊരു ബ്ലെയിമിങ് മോഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ബ്ലെയിമിങ് മോഡെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ഒരു ബ്ലെയിമിങ് മോഡെന്ന് പറഞ്ഞാൽ ചുറ്റുപാടുമുള്ള ആൾക്കാരോടുള്ളൊരു ബ്ലെയിമിങ് ആയിരിക്കും. കാരണം ഇന്ന ആളല്ലെങ്കിൽ ഇന്ന ക്ലയൻറ്റ് എനിക്ക് ആ പൈസ തരാത്തത് കൊണ്ട് എൻ്റെ കാര്യം നടന്നില്ല, അല്ലെങ്കിൽ അതാണ് ബ്ലോക്കിന് കാരണം. അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും സാഹചര്യത്തെ നമ്മൾ ചിലപ്പം ബ്ലെയിം ചെയ്യും. ചിലപ്പോൾ ഇപ്പോൾ വാർ നടക്കുന്നു, അല്ലെങ്കിൽ ക്രൈസിസ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ. അപ്പോൾ ഒരു ചുറ്റുപാടുള്ളൊരു പ്രശ്നത്തിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇനി അതുമല്ലെങ്കിൽ അത് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് സ്വയം ഒരു സെൽഫ് ബ്ലെയിമിലേക്ക് പോകും ആൾക്കാർ. സെൽഫ് ബ്ലെയിമിംഗ് എന്ന് പറഞ്ഞാൽ, ഞാൻ ആ പൈസ സൂക്ഷിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അവിടെ ആ ഒരു ഡിസിഷൻ എടുക്കരുതായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പണം ചെലവഴിക്കരുതായിരുന്നു എന്നുള്ളൊരു സെൽഫ് ബ്ലെയിമിലേക്ക് പോകും. പിന്നെ ഉള്ളൊരു തോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു, ഇത്രയും കാലം കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോയതല്ലേ, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്നുള്ള ഒരു ഹൗ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും. അപ്പോൾ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ നമ്മളിതിൻ്റെ ഒരു ബ്രെയിനിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു പ്രഡിക്ഷൻ മെഷീനാണ്. പ്രഡിക്ഷൻ മെഷീൻ എന്ന് പറഞ്ഞാൽ, എപ്പോഴും ബ്രെയിൻ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ബ്രെയിൻ എപ്പോഴും ഇതിനു മുമ്പ് നടന്ന സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോയിട്ട് അതുപോലെ തന്നെയാണ് ഇത്തവണയും നടക്കാൻ സാധ്യതയുള്ളത് എന്ന ഒരു പ്രഡിക്ഷനിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷനിൽ പെട്ടെന്ന് ഫണ്ടിനൊരു കുറവ് വരുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ ആസ് എ പ്രഡിക്ഷൻ മെഷീൻ പെട്ടെന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് സംഭവിച്ചതുപോലെ അപ്പോൾ ഇനി പണത്തിന് ബ്ലോക്ക് ആവാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിനൊരു കാരണവും കണ്ടുപിടിക്കും, എന്തെങ്കിലും തരത്തിലുള്ള ഒരു എക്സ്ക്യൂസ്, അല്ലെങ്കിൽ എന്തെങ്കിലും മേ ബി ചിലപ്പോൾ ആ സിറ്റുവേഷൻ റിയൽ ആയിരിക്കും ചുറ്റുപാടുകളിൽ. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും നമ്മുടെ ബ്രെയിൻ പ്രഡിക്റ്റ് ചെയ്യുന്നത് നമ്മൾ പ്രശ്നത്തിലേക്ക് നീങ്ങുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് ഫ്ലോ കുറയുകയാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് എത്തും. അപ്പോൾ ഇങ്ങനൊരു നിഗമനത്തിലേക്ക് എത്തുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല, അത് നിഗമനം റിയലുമാണ് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട്. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ പാനിക്കാവുന്നു, നമ്മൾ ടെൻസ്ഡ് ആവുന്നു, എന്ത് ചെയ്യണമെന്നറിയില്ല, നമുക്ക് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ദിവസങ്ങളിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത്, എന്താണ് ഇനി അടുത്ത ആക്ഷൻ, അല്ലെങ്കിൽ നമുക്കിതിനകത്തുനിന്ന് പുറത്തേക്ക് കടക്കാനുള്ള ഒരു ക്രിയേറ്റീവ് ഐഡിയ നമുക്ക് ഈ സ്ട്രെസ്ഫുൾ ആയിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രശ്നം. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഓണ്ടർപ്രണർ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊരു പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധിയെ ഓർത്ത്, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിന് നമ്മൾ ആലോചിച്ച് പോകുന്നതിനേക്കാൾ കൂടുതൽ ഉചിതമെന്ന് പറയുന്നത്, ഇനി എന്താണ് നമുക്കൊരു ക്രിയേറ്റീവ് ഐഡിയ ഇതിനകത്തുനിന്ന് ഈ സിറ്റുവേഷനിൽ നിന്ന് കടന്നു പോകാനായിട്ട്. അപ്പോൾ നമുക്കറിയാം, എപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതിസന്ധി വന്ന് മാർക്കറ്റ് ഡൗൺ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് വീണ്ടും ബൗൺസ് ബാക്ക് ചെയ്യുമ്പോൾ വീണ്ടും മാർക്കറ്റ് സ്ട്രോങ് ആവും, നമുക്ക് ബിസിനസ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ എപ്പോഴും അവിടെ നമ്മൾ സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും നമ്മുടെ ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് വേണം. ഈ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ നമുക്കുണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനെ നമ്മൾ അതനുസരിച്ച് ട്യൂൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ബ്രെയിനെ നമുക്ക് ഇതിലേക്ക് ട്യൂൺ ചെയ്യാം എന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു വഴി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇമാജിൻ ചെയ്യുക, നമ്മൾ സ്ട്രെസ്സായിരിക്കുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ബ്രെയിൻ ഒരു ബ്ലെയിമിങ് സ്റ്റാർട്ട് ചെയ്യും. ഒന്നുകിൽ നമ്മളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബ്ലെയിമിങ് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ സിറ്റുവേഷനെ നമ്മളിങ്ങനെ ഒന്ന് അനലൈസ് ചെയ്യാൻ തുടങ്ങും, അത് കുഴപ്പമാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ലീഡ് ചെയ്തുകൊണ്ട് പോകും, നമ്മളൊരു ഇതൊരു ബ്ലോക്കിലേക്കാണ് വരുന്നത്, അല്ലെങ്കിൽ ഇതൊരു വലിയ പ്രശ്നത്തിലേക്കാണ് വരുന്നത്, നമുക്ക് സാലറി കൊടുക്കാൻ പറ്റുമോ എന്നറിയില്ല, അപ്പോൾ ഇനി കസ്റ്റമറിന് പേയ്മെൻറ്റ് ഇനി കൊടുക്കണോ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നത്തിലേക്ക് നമുക്ക് പോകും. തീർച്ചയായിട്ടും അവിടെയൊക്കെ നമുക്ക് ഡാറ്റ ഉപയോഗിച്ചിട്ട് കൊണ്ടുള്ള ഒരു ഡിസിഷൻ നമുക്കെടുക്കാം, ഒരു ഇമോഷണലി അല്ലാതെ. അപ്പോൾ ഇവിടെ നമ്മൾ ബ്രെയിനിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ട്രെസ്സായിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്ട്രെസ്സായിട്ടിരിക്കുന്ന സമയത്താണോ, നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്താണോ നമുക്ക് ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് നമുക്കുണ്ടാകുന്നത്.
തീർച്ചയായിട്ടും നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്താണ്. പക്ഷേ പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ വളരെ സ്ട്രെസ്സായിരിക്കുന്ന സമയത്ത് നമുക്ക് റിലാക്സ് ആവാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇത് പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷേ എങ്ങനെയാണ് നമുക്കിതിലേക്ക് എത്തുക എന്നുള്ളത്. അത് വളരെ ശരിയാണ്. നമുക്ക് പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല. നമ്മൾ വളരെ സ്ട്രെസ്സായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ വളരെ ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നമുക്ക് മാറ്റിയെടുക്കാൻ വലിയ പാടാണ്. അപ്പോൾ അതിൻ്റെ കാരണവും നമ്മുടെ ബ്രെയിൻ തന്നെയാണ്. കാരണം നമ്മുടെ ബ്രെയിൻ ഇഷ്ടം ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ആ ഇമോഷനിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഇമോഷൻ എന്ന് പറയുന്നത് സ്ട്രെസ്സാണ് എന്ന് വിചാരിക്കുക. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പല രീതിയിലുള്ള സ്ട്രെസ്സുകൾ നമ്മൾ എടുക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ നമുക്ക് വളരെ റിലാക്സ് ആയിരിക്കുന്നതിനേക്കാൾ നമ്മുടെ ബ്രെയിൻ കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളൊരു ഇമോഷൻ എന്ന് പറയുന്നത് സ്ട്രെസ്സായിരിക്കും. അപ്പോൾ കൂടുതൽ സമയം നമുക്കിഷ്ടം നമുക്ക് സ്ട്രെസ്സായിട്ടിരിക്കാനാണ്. ഐ മീൻ എല്ലാവർക്കും അല്ല ഞാൻ പറഞ്ഞത്, കൂടുതൽ സമയവും ഈ സ്ട്രെസ് എക്സ്പീരിയൻസ് ചെയ്യുന്നവരുടെ കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആശ്വാസവാക്കുകളോ അല്ലെങ്കിൽ നമുക്കറിയാം, ബുദ്ധി കൊണ്ട് നമുക്കറിയാം ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, എന്നിരുന്നാൽ പോലും നമ്മളറിയാതെ തന്നെ നമ്മൾ ആ സ്ട്രെസ്സിൽ ഇങ്ങനെ ഇരുന്ന് മുഴുകിയിരിക്കാൻ നമുക്കിഷ്ടമാണ്. അത് നമ്മളറിയാതെ നമുക്കൊരു കംഫേർട്ട് തരുന്നുണ്ട് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു കംഫേർട്ടിൽ നിന്ന് നമുക്ക് നമ്മുടെ ബ്രെയിനെ പുറത്തിയാടിക്കണം. അപ്പോൾ അതിന് ഒന്നെന്ന് പറയുന്നത് നമ്മൾ റിലാക്സ് ആവാനുള്ള ചില മെത്തേഡ്സ് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ മനസ്സിനോട് റിലാക്സ് ആകുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സ് റിലാക്സ് ആവില്ല. കാരണം മനസ്സ് ഓൾറെഡി അവിടെ ആ ഒരു സ്ട്രെസ്സായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ വളരെ കംഫർട്ടബിളായിട്ടിരിക്കുകയാണ്. നമുക്ക് റിലാക്സ് ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ശരീരത്തെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നതാണ് നമ്മുടെ ബ്രീത്തിങ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മുടെ ബ്രീത്തിങ് ഒരു ഡീപ്പ് ബ്രീത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശരീരം പതിയെ റിലാക്സ് ആവാൻ തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഈ സ്ട്രെസ്സായിരിക്കുന്ന സമയത്താണ് നമ്മുടെ ചെസ്റ്റ് ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഗട്ടിലാണെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഒരു സെൻസേഷൻ നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ഷോൾഡേഴ്സ് ഭയങ്കര ചുരുങ്ങിയിരിക്കുന്നത് പോലെ തോന്നും. ഇതൊക്കെ സ്ട്രെസ്സായിരിക്കുമ്പോൾ നമ്മുടെ ബോഡി കൊണ്ടുവരുന്ന ഒരു മെക്കാനിസമാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ അതിനെ ഒന്ന് റിലാക്സ് ആക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഷോൾഡറിനെ ഒന്ന് വലുതാക്കാം. അതുപോലെ തന്നെ നമ്മളൊന്ന് ബ്രീത്തിങ് നമുക്കൊന്ന് ഫാസ്റ്റാക്കാം, ബ്രീത്തിങ് നമുക്കൊന്ന് സ്ലോ ആക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒന്ന് കണ്ണടച്ചിട്ട് നമ്മുടെ മസിൽസിനോട് തന്നെ നമുക്കൊന്ന് റിലാക്സ് ആവാനൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ബോധപൂർവം കണ്ടിന്യൂസ് ആയിട്ടൊരു 2, 3, 4, 5 മിനിറ്റോ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പതുക്കെ നമ്മുടെ ബ്രെയിൻ ഒന്ന് ക്ലിയർ ആവുന്നുള്ള നമുക്ക് തോന്നും. ഒരു റിലീഫിൻ്റെ ഒരു ചെറിയ കാറ്റ് വീശുന്ന പോലെ നമുക്ക് ചിലപ്പം അനുഭവിക്കപ്പെട്ടേക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കംഫർട്ടിൽ നിന്ന് നമ്മുടെ ബ്രെയിനെ നമുക്ക് രക്ഷിക്കാനുള്ള ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത കാര്യമെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഈ നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പണത്തിൻ്റെ വരവ് തന്നെ എപ്പോഴും നമ്മുടെ നെർവ് സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ബ്രെയിൻ എപ്പോഴും സേഫാണ്. അതായത് പണമെന്ന് പറയുന്നത് സേഫാണ് എന്ന ഒരു ചിന്ത നമുക്ക് തോന്നുന്ന സമയത്താണ് എപ്പോഴും നമ്മുടെ ഇടയിലേക്ക് പണം വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് വളരെ ഡീപ്പായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. പലപ്പോഴും നമുക്ക് വലിയ പ്രൊജക്റ്റുകൾ വരാൻ നമുക്ക് ആഗ്രഹമുണ്ട് മനസ്സുകൊണ്ട്. പക്ഷേ നമ്മളെ അറിയാതെ തന്നെ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ നെർവ് സിസ്റ്റം അതിനെ ബ്ലോക്ക് ചെയ്യുന്നത് നമുക്കറിയാൻ കഴിയും. കാരണം ഇത്രയും വലിയ പണം അല്ലെങ്കിൽ ഇത്രയും വലിയ പ്രൊജക്റ്റ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സെൽഫ് ഡൗട്ട്, അത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് സംഭവിക്കുന്നതാണ്. ഇത് നമ്മുടെ നെർവ് സിസ്റ്റത്തിന് നമുക്ക് അത്രയും പണം അൺസേഫാണ് എന്നുള്ള ഒരു പ്രോഗ്രാമിങ്ങിൽ നിന്നാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, എപ്പോഴും പണത്തെക്കുറിച്ചൊരു സ്ട്രെസ്സ് വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ബ്രെയിനെ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ നമുക്കൊന്ന് റിലാക്സ് ചെയ്തുകൊണ്ട്, അടുത്ത് നമ്മുടെ മസിൽസിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറയുക. നമുക്ക് കണ്ണടച്ചിട്ട് നമുക്ക് പറയാം റിലാക്സ് എന്ന് നമ്മുടെ മസിൽസിനോട് നമുക്ക് ഒരു 1-2 മിനിറ്റ് നമ്മളൊന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മസിൽസ് റിലാക്സ് ആവുമെന്ന് നമുക്കറിയാൻ പറ്റും. നമ്മുടെ ഷോൾഡേഴ്സ് കുറച്ചുകൂടെ എക്സ്പാൻഡ് ആവുമെന്ന് അറിയാൻ പറ്റും. നമുക്ക് നന്നായിട്ട് ഡീപ്പ് ബ്രീത്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ചെസ്റ്റ് കുറച്ചൊന്ന് ഒന്ന് റിലീസ് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റും. ഇതൊക്കെ അറിയുമ്പോഴത്തേക്കും പതുക്കെ നമ്മുടെ മസിൽസിൻ്റെ ആ ഒരു മുറുക്കം കുറഞ്ഞു വരുന്നത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് പറയാൻ പറ്റുന്നതാണ് സേഫ്. മണി ഈസ് സേഫ് വിത്ത് മീ. നമുക്ക് നമ്മുടെ ഹൃദയത്തിലോട്ട് കൈ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, മണി ഈസ് സേഫ് വിത്ത് മീ. മണി ഈസ് സേഫ് വിത്ത് മീ.
ഇത് നമ്മൾ റിപ്പീറ്റായിട്ട് പറയുമ്പോഴത്തേക്കും ഈ സേഫ്റ്റി എന്ന് പറയുന്ന ഈ ഒരു വാക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ സേഫ്റ്റി എന്ന വാക്കിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വാക്ക് നമ്മൾ നിരന്തരം മണി ഈസ് സേഫ് വിത്ത് മീ എന്ന് നമ്മളെപ്പോഴും റിപ്പീറ്റായിട്ട് പറയുമ്പോഴത്തേക്കും നമ്മുടെ നെർവ് സിസ്റ്റം അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് റീസെറ്റ് ആവും. അപ്പോൾ ഇത് എപ്പോഴെങ്കിലുമൊക്കെ പണത്തിനെക്കുറിച്ച് ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അതിൽ നിന്ന് റിലീസാവാനുള്ള ഒരു നല്ല ടെക്നിക്കാണ്, വളരെ പവർഫുള്ളായിട്ടുള്ള ടെക്നിക്കാണ്. ഇനി ഇത് മാത്രമല്ല, ഇങ്ങനെ നമ്മൾ റിലാക്സ് ആയിരിക്കുന്ന സമയത്താണ് എപ്പോഴും നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ളൊരു ഐഡിയ നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആലോചിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചിരുന്ന ആ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ അതിനകത്ത് നിന്ന് എപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ വളരെ റിലാക്സ് ആയിട്ടിരുന്ന സമയത്ത് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അത് മറ്റുള്ളവർക്കും അതൊരു ഇൻസ്പിറേഷനായിട്ട് മാറും.